ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചീരാസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. എങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ്. ഇത് കട്ട് ചെയ്തിട്ടില്ല, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വരാം. ബീഫ് നമ്മൾ മുറിച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനിയൊരു കുക്കറിലേക്ക് ഇടാം. ഞാനിവിടെ 3 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അങ്ങനെ നമ്മൾ ബീഫെല്ലാം എടുത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പ്, ഇതും ചേർത്ത് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3, 4, 5 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2, 3 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ഇവ 3ഉം കൂടി നമുക്ക് അരച്ചെടുക്കാം. ഒരു 6 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് തൂവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എയർ പോയതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വേവായിട്ടുണ്ടോ എന്ന്. നന്നായിട്ട് എയർ പോയതിന് ശേഷം കുക്കർ തുറന്നാൽ മതിയോ. പലപ്പോഴായിട്ട് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, കയ്യിലേക്ക് ആവി വന്നിട്ട്. നല്ല എയർ പോയതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എയറൊക്കെ പോയി നമ്മൾ കുക്കർ തുറന്ന് നോക്കി. ബീഫ് നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റാം. അതായത് ഇതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവും, അപ്പോൾ അതൊന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് മാറ്റുന്നത്. ബീഫ് നമ്മളത് വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് മസാലകൾ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ വലിയ ജീരകം പേസ്റ്റ് ആക്കിയത്, വേപ്പില, മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, കളറിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് മുളക് പൊടി, ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി യൂസ് ചെയ്യാം. കുരുമുളക് ഞാൻ ഇതിലിട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ബീഫ് ഇതിലേക്ക് ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ ആ ബീഫ് ഇതിലേക്ക് ഇടുക. ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മളിതിലേക്ക് മുളക് പൊടി, 1 സ്പൂണ് മുളകും പൊടി, ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഗരം മസാല, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്താണ്. കുറവുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചേർത്തത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല, വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം പേസ്റ്റ് ഇട്ടത് അത് ചേർത്ത് കൊടുക്കാം.
ഞാൻ കുറച്ച് കൂടുതൽ അരച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മുഴുവനൊന്നും ചേർക്കണ്ട. ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കും. ഒരു 10 മിനിറ്റോളം ചെറുതീയിൽ ഒന്നിങ്ങനെ കിടന്നോട്ടെ. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് അടി പിടിക്കും. ഫ്ലെയിം കൂട്ടി വെക്കാതെ ചെറിയ ഫ്ലെയിമിലിട്ട്, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ അതിൽ കിടന്നോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്ക് അത് റെഡിയാക്കാം. ഞാനിവിടെ ഒരു തേങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിൽ നിന്ന് ഒരു മുറിയുടെ ഒരു പകുതി ഭാഗം നമുക്ക് പൂണ്ടെടുക്കാം. ഞാനിവിടെ ഒരു 3 പീസ് തേങ്ങ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിയാം. കൂടുതൽ തേങ്ങ വേണ്ട, നമ്മൾ കുറച്ച് ബീഫല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 2-3 പീസ് മതി. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഞാൻ മുഴുവനൊന്നും എടുത്തിട്ടില്ല, ഒരു 1.5-2 പീസിൻ്റെ അടുത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. നമുക്കൊന്ന് വഴറ്റി എണ്ണയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യണ്ട, ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ബീഫ് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കഷ്ണം ഉള്ളിയും 2 നാരങ്ങ പീസൊക്കെ വെച്ചിട്ടുണ്ട്. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കാം. നല്ല അടിപൊളി കിടു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.